സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. 3 ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട്. 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇന്ന് വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്ദുലേഖ രേണുവും വയനാട്ടിൽ നിന്ന് എം കമലും ഈ മഴയുടെ വിവരങ്ങൾ നമുക്കായി പങ്കുവയ്ക്കും. ഇന്ദുലേഖ രേണു ഉണ്ട് തിരുവനന്തപുരത്ത്. ഇന്ദുവിലേക്ക് ആദ്യം. ഇന്ദു, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് മഴയുടെ സ്ഥിതി എങ്ങനെയാണ്? തെക്കൻ കേരളത്തിൽ പൊതുവെ എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്? തിരുവനന്തപുരത്ത് ഇന്ന് മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. തിരുവനന്തപുരത്ത് നിന്നല്ല, തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ഇന്നേ ദിവസം മഴയ്ക്ക് സാധ്യത വളരെ കുറവാണെന്നാണ് പറയുന്നത്. പറഞ്ഞതുപോലെ തന്നെ 8 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും 3 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുമുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഇന്ന് യാതൊരു വിധത്തിലുള്ള മുന്നറിയിപ്പുമില്ല. എന്നുകൊണ്ട് മഴ പെയ്തുകൂടാ എന്നില്ല. ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മലയോര പ്രദേശങ്ങളിലും തീരദേശ മേഖലകളിലുമൊക്കെ ചെറിയ തോതിൽ മഴ പെയ്യാൻ സാധ്യത കാണുന്നുണ്ട്. മാത്രമല്ല, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ 3 ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. അവിടെ 3ഇടത്തും ഓറഞ്ച് അലേർട്ടാണ്. മറ്റെല്ലാ ജില്ലകളിലും, അതായത് മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നൽകുന്നത്. മാത്രമല്ല, ഇന്നേ ദിവസം മാത്രമാണ് ഈ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ മഴയ്ക്കൊരു കുറവുള്ളത്. പക്ഷേ നാളെ മുതൽ അവിടെയും മഴ ശക്തമാകുമെന്നാണ് പറയുന്നത്. നാളെ എല്ലാ ജില്ലകളിലും തന്നെ മഴ മുന്നറിയിപ്പുണ്ട്. 5 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടും മറ്റ് 9 ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണുള്ളത്. അതേസമയം നാളെ കഴിഞ്ഞത്തേക്ക് പോവുകയാണെങ്കിൽ അതിശക്തമായ മഴ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിനൊക്കെ സാധ്യതയുണ്ട് ഇന്നു മുതൽ അങ്ങോട്ട്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതിൽ പ്രശ്നമില്ല, പക്ഷേ മുന്നറിയിപ്പുകൾ എടുക്കണം. ഒരു ജാഗ്രത എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. മാത്രമല്ല, ശക്തമായ കാറ്റിനും സാധ്യത കാണുന്നുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴ, ഈ പറയുന്ന അതിശക്തമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റു തരത്തിൽ വേറെ കാലാവസ്ഥ മുന്നറിയിപ്പുകൾ, അതായത് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക വിധത്തിൽ ഇന്ന് മുന്നറിയിപ്പുകൾ ഈ തെക്കൻ കേരളത്തിലേക്കും അതുപോലെ തന്നെ മധ്യ കേരളത്തിലേക്കും ഇല്ല. മോത്തി, ശരി. തിരുവനന്തപുരത്ത് നിന്നും ഇന്ദുലേഖ രേണുവാണ് വിവരങ്ങൾ നൽകിയത്. ഇനി വയനാട്ടിൽ നിന്നും കമൽ കൂടി ചേരുന്നുണ്ട്. കമൽ, ഗുഡ് മോർണിംഗ്. വയനാട്ടിൽ മഴ എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ് മനുഷ്യർക്കെല്ലാം. മഴ അതിശക്തമെന്ന് പറയുമ്പോൾ പിന്നെ പറയുകയേ വേണ്ട. ഇന്നിവിടെ ഓറഞ്ച് അലേർട്ടാണല്ലോ. ഒപ്പം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ? മോത്തി, ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു തീവ്രമഴ ഒരു മേഖലയിൽ നിന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ ശക്തമായ മഴ പെയ്യുന്ന ചൂരൽമലയിലാണ് ഞാനുള്ളത്. ഇവിടെയും മൂടിക്കെട്ടിയ അന്തരീക്ഷം, ഇടയ്ക്ക് ചെറിയ മഴ പെയ്യുന്നു എന്നതേയുള്ളൂ. ഒരു അതിശക്തമായ മഴ ജില്ലയിൽ എവിടെയും ഇല്ല. ഇന്നലെ പുലർച്ചെയാണ് പല ഭാഗങ്ങളിലും കനത്ത മഴ പെയ്തത്. അതിനെ തുടർന്നാണ് മുൻകരുതലൊക്കെ ശക്തമാക്കിയത്. ഓറഞ്ച് അലർട്ട് കൂടി വന്നതോടെ ജില്ലാ ഭരണകൂടം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുകയായിരുന്നു. നിലവിൽ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ മഴക്കെടുതികൾ ജില്ലയിൽ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. കോറികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സാഹസിക ടൂറിസത്തിന് വിലക്കുണ്ട്. അതുപോലെ ആവശ്യമാണെങ്കിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനും മറ്റ് നടപടികൾ സ്വീകരിക്കാനും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മോദി, ശരി. വയനാട്ടിൽ നിന്നും കമലാണ് മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്.